ഇതാണ് ഞാൻ പ്ലാവിൻ്റെ ഇളം ഇലയില്ലേ, കുരുന്നില എടുത്തുകൊണ്ട് വന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കും അരമണിക്കൂർ. അതിൻ്റെ മുണങ്ങിയും കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അരിഞ്ഞുകൊണ്ട് വരാം. ഇതാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പ്ലാവിനെ കഴുകി വൃത്തിയാക്കി നൈസായിട്ട് അരിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അരമണിക്കൂർ കൂടെ വെള്ളത്തിലിട്ട് വെക്കണേ, എന്നാലേ ഇതിൻ്റെ കറ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് ഇട്ട് വയ്ക്കാം. വെള്ളം ഒഴിച്ചിട്ടേക്കുവാണേ, ഇത് വെള്ളത്തിൽ കിടക്കട്ടെ. പ്ലാവിൽ ഞാൻ കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാവിലത്തോരനകത്തേക്ക് ചെറുപയറും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ചെറുപയറൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലാവിലത്തോരനുള്ള അരപ്പ് തയ്യാറാക്കാവേ. അരമുറി തേങ്ങ, ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ കേട്ടോ. പിന്നെ 5-6 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്ര നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടാവേ. ഇതാണ് അരപ്പ് ചതച്ചെടുത്തുകൊണ്ട് വന്ന് ഞാൻ പ്ലാവിൻ്റെ അരിഞ്ഞ് വെച്ചതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. ഇലയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഉപ്പ് കൂടും. ഉപ്പ് കൂടിയില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഒന്ന് ഇളക്കാവേ, നമുക്ക് ഒന്ന് ഇളക്കി ചേർക്കാം. അരപ്പെല്ലാം ഇളക്കി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാവേ. സ്റ്റവ് കത്തിച്ച് കൊടുത്താൽ നമുക്ക് ചട്ടി ചൂടാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ. കടുകൊക്കെ പൊട്ടിയ കടുകിട്ടെ നമുക്ക് ഇട്ട് കൊടുക്കാതെ ചുവന്നേരം ഇളക്കി ചേർക്കാവേ. എണ്ണ ഒഴിച്ചതിനകത്ത് കടുക് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. കഴിയുമ്പോൾ പറ്റിയിരിക്കുന്ന വെള്ളമൊക്കെ ഉള്ളേ. നമുക്ക് വേവിച്ച് വെച്ചിരുന്ന ചെറുപയറില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാവേ. ഇതൊന്ന് ഇനി നമുക്കൊന്ന് ഇളക്കി ചേർക്കാവേ. ചെറുപയറും എല്ലാം കൂടി ഇളക്കി ചേർത്ത് വെച്ച് നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണേ. ഞാൻ കിള്ളി നിരത്തി വെച്ചേക്കുവാണേ. അതിനകത്ത് വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞ് നല്ല സെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പ്ലാവിലത്തോരൻ റെഡിയായി. നിങ്ങൾ കാണിച്ചു തരാവേ. കണ്ടോ, അങ്ങനെ പ്ലാവിലത്തോരൻ റെഡി. എല്ലാവരും വരൂ, അത് കഴിക്കാം. അടിപൊളി ടേസ്റ്റാട്ടോ, സൂപ്പറാണ്. പ്ലാവിലെ അതുപോലെ തോന്നുകയല്ല. കഴിച്ചു നോക്കാം അല്ലേ? എല്ലാവരും വരൂ.